إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും യഥാവിധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നാളെ പരലോകത്ത് അർഹമായ പ്രതിഫലം ലഭിക്കണമെന്ന ഉദ്ദേശത്തിലാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ പ്രവർത്തനങ്ങൾ റബ്ബ് സ്വീകരിക്കുമെന്നുള്ള ആ ഒരു ഉറച്ച പ്രതീക്ഷയോടെ ആയിരിക്കണം ഓരോ സത്യവിശ്വാസിയും തൻ്റെ ജീവിതം തള്ളി നീക്കേണ്ടതും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ദുനിയാവിൽ നിന്ന് വേർപ്പെടുന്ന സന്ദർഭം, അയാളുടെ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ
പിന്നീട് ദുനിയാവുമായുള്ള ആ വ്യക്തിയുടെ ബന്ധം അവസാനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏവർക്കും പരിചയമുള്ള ഒരു ഹദീസിലൂടെ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇദാ മാത്തൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് 3 കാര്യങ്ങൾ ഒഴികെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും അയാളുമായി ബന്ധം മുറിഞ്ഞു പോകും. അപ്പോ ഈ ലോകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും എല്ലാം നഷ്ടപ്പെട്ടു പോകും. ആ മനുഷ്യൻ മരിക്കുന്നതോടുകൂടി അയാളുടെ ആ ജനാസയെ അനുഗമിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അയാളുടെ കുടുംബം. മറ്റൊന്ന്, അയാളുടെ സമ്പത്ത്. മൂന്നാമത്, അയാളുടെ കർമ്മങ്ങൾ. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പറഞ്ഞു തന്ന കാര്യം, കുടുംബവും സമ്പത്തും തിരിച്ചുപോരും. അയാളുടെ കൂടെ അയാളുടെ ബർസഖി ലോകത്ത് ബാക്കിയാകുന്നത് അയാളുടെ കർമ്മങ്ങളാണ്. എന്താണ് അയാൾ ചെയ്തിട്ടുള്ളത്, അതിനനുസൃതമായ പ്രവർത്തനങ്ങളാണ് പിന്നീട് അതിൻ്റെ അനന്തര ഫലങ്ങളാണ് ആ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്, അയാളുടെ കൂടെ അയാളുടെ ഖബറിൽ ബാക്കിയാവുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, സ്വദഖത്തുൻ ജാരിയ. ആ മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ആളുകൾക്ക് ചെയ്തു കൊടുത്ത ജാരിയയായ സ്വദഖ. എന്താ ജാരിയായ സ്വദഖ എന്ന് പറഞ്ഞാൽ? ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ അയാൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ. അതിലുപരി തനിക്ക് റബ്ബിന്റെ തൃപ്തി നേടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അയാൾ ചെയ്ത സമ്പത്ത് ധർമ്മം ചെയ്തതും, ജനങ്ങൾക്കിടയിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിയതും, ആളുകളെ ഭൗതികപരവും മതപരവുമായ വിഷയങ്ങളിൽ സഹായിച്ചതുമൊക്കെ എന്റെ റബ്ബിന്റെ തൃപ്തിയാണ് ഞാൻ അതിലൂടെ നേടിയെടുക്കുന്നത് എന്നുള്ള ഉദ്ദേശത്തിൽ, ആ ഒരു നിയ്യത്തിലാണ് ഒരു മനുഷ്യൻ അത് ചെയ്തതെങ്കിൽ എല്ലാം മുറിക്കോടിക്കലാണ്. അതയാൾക്ക് അയാളുടെ ഖബറിൽ ഉപകാരപ്പെടും, അയാളുടെ കൂടെ ഉണ്ടാവുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. രണ്ടാമത് തിരുമേനി പറഞ്ഞത്, ഔ ഇൽമിൻ യുന്തഫഉ ബിഹി. ആ മനുഷ്യൻ ഒരുപാട് അറിവുകൾ നേടിയെടുത്തു, ഭൗതികപരമായതാവട്ടെ മതപരമായതാവട്ടെ. ഓരോരുത്തരും വ്യത്യസ്തമായ മേഖലകളിൽ ആയിരിക്കുമല്ലോ തൻ്റെ അഭിരുചി കാഴ്ചവെക്കുന്നത്. ദീനിനെ സംബന്ധിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്, എന്നാൽ ഭൗതികപരമായ മറ്റുള്ള വിഷയങ്ങളിൽ അഗ്രഗണ്യന്മാരായ ആളുകളുണ്ട്. തനിക്ക് ലഭിച്ച ആ അറിവ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ വിനിയോഗിക്കുന്ന ആരായിക്കൊള്ളട്ടെ, അതിലൂടെ അയാൾ ലക്ഷ്യം വെച്ചത് റബ്ബിന്റെ തൃപ്തിയാണ്. എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതിലൂടെ ഞാൻ ലക്ഷ്യം വെക്കേണ്ടത്, ഈ അറിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ തയ്യാറാവുന്നുവെങ്കിൽ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാലും എൻ്റെ ഖബറിലേക്ക് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ തയ്യാറായ ആളുകൾ ആരൊക്കെ അത് ചെയ്യുന്നുവോ അതിനനുസരിച്ച് അവർക്ക് ലഭിക്കുന്ന ആ സൽപ്രവർത്തനത്തിനുള്ള പ്രതിഫലത്തിന്റെ ഒരു വിഹിതം നിങ്ങൾക്ക് കുറയാതെ അത് പറഞ്ഞു തന്ന് എനിക്കും ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ഉപകാരപ്രദമായ അറിവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നത്, ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. ഒരു സ്വാലിഹായ മനുഷ്യൻ, സന്താനം. ഒരാളുടെ മക്കളിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കുട്ടിയുണ്ട്. തന്റെ പിതാവ് മരണപ്പെട്ടു പോയി, മാതാവ് മരണപ്പെട്ടു പോയി. അവരെ കൊണ്ടുപോയി ഖബറടക്കി തിരിച്ചു വന്ന് പിന്നീട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു മകനല്ല.
തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മാന്റെ സാന്നിധ്യം പല സന്ദർഭങ്ങളിലും അവന്റെ മുഖത്ത് കാണുന്നു, അവന്റെ മുൻപിൽ കാണുന്നു. ആ ഉമ്മാൻ മരണപ്പെട്ടു പോയതാണെങ്കിൽ ശരി, ഉമ്മ ഉപയോഗിച്ച വസ്തുക്കൾ, ഉമ്മ ഇരുന്ന സീറ്റ്, ഉമ്മ കിടന്നിരുന്ന ബെഡ്, ഇതൊക്കെ കാണുമ്പോൾ പടച്ചോനെ എൻ്റെ ഉമ്മ മരിച്ചുപോയല്ലോ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സുള്ള ഒരു കുട്ടി, അത് ഖബറിങ്ങിൽ ചെന്ന് പ്രാർത്ഥിച്ചാലും തൻ്റെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഏത് സന്ദർഭത്തിലാണെങ്കിലും മാതാപിതാക്കളുടെ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനം ഈ മനുഷ്യന്റെ ഖബറിലേക്ക് അതിന്റെ പരിണിത ഫലം, അതിന്റെ അനന്തര ഫലം എത്തിക്കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്കറിഞ്ഞുകൂടാ നമ്മുടെ ബർസഖി ജീവിതം ഏത് നിലയിലായിരിക്കുമെന്ന്. നാളെ പരലോകത്തേക്ക് ചെന്നെത്തുന്നതിന് മുൻപുള്ള ഓരോ മനുഷ്യന്റെയും ഖബറിലുള്ള ജീവിതം രക്ഷയാണോ ശിക്ഷയാണോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ മനസ്സുകളിൽ പ്രാർത്ഥനയുണ്ടാവണം, അല്ലാഹു എന്റെ ബർസഖി ലോകം നന്നാക്കണേ എന്നുള്ളത്. അല്ലാഹു കാക്കട്ടെ. നമുക്ക് നമ്മുടെ സൽക്കർമ്മത്തിന്റെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കുന്ന കാര്യങ്ങൾ സഹോദരങ്ങളെ ഈ ലോകത്ത് നിന്നും നമ്മൾ മരണപ്പെടുന്നതോടുകൂടി അവസാനിക്കുകയാണ്. പിന്നീട് ഒരു പ്രവർത്തനം ചെയ്യാൻ നമുക്കാർക്കും സാധ്യമാവുകയില്ല. നമ്മിൽ പെട്ട പല ആളുകളും പല വിഷയങ്ങളെ സംബന്ധിച്ച് പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. നമസ്കാരത്തിന് പള്ളിയിലേക്ക് എത്താത്ത ആളുകളോട് ആരെങ്കിലും ഉപദേശിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്നോളാം, ഞാൻ നന്നായിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പിന്നത്തേക്ക് മാറ്റിവെക്കുന്നവരായ ആളുകൾ നമുക്കാർക്കും അറിഞ്ഞുകൂടാ ഏത് സന്ദർഭത്തിലാണ് നമ്മുടെ മരണം നമ്മെ പിടികൂടുക എന്നുള്ളത്. മരണം മുന്നിലേക്ക് എത്തുന്ന നിമിഷം, അതേപോലെ തന്നെ ഒരു മനുഷ്യന്റെ ഖബറിലേക്ക് ചെന്നെത്തുന്ന നിമിഷം, നാളെ പരലോകത്ത് നരകം മുന്നിൽ കാണുന്ന ആ സമയം, ഇവിടെ ഈ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചവരായ ആളുകൾ അവിടെ വെച്ച് പടച്ച തമ്പുരാനോട് വിലപിക്കുന്ന ഒരു കാഴ്ചയുണ്ട്, ഒരു കാര്യമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവെ, ഒരിക്കൽ കൂടെ ഈ ലോകത്തേക്കൊന്ന് തിരിച്ചു പോകാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് നൽകണമേ. അള്ളാഹുവെ, ഒന്നുകൂടെ ഭൂമിയിലേക്ക് ഞങ്ങളെ മടക്കണമേ എന്ന് പ്രാർത്ഥിക്കാതെ ഒരു അക്രമിയും ഉണ്ടായിരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. എന്താണ് അവൻ പറയാൻ കാരണം? എന്നിട്ട് അവൻ പറയുന്നു, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്. പടച്ചോനെ, ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. നമസ്കാരത്തിന് വേണ്ടി പള്ളികളിൽ നിന്ന് ബാങ്ക് വിളികൾ ഞാൻ കേൾക്കാഞ്ഞിട്ടല്ല, പക്ഷേ കൂട്ടുകാരോടൊത്ത് സംസാരിച്ചിരുന്നു കൊണ്ട് ജമാഅത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കിയിട്ടും അതിന് പ്രാധാന്യം നൽകാതെ റോഡിലും അതുപോലെ തന്നെ പീഡിക തിണ്ണയിലും ഇരുന്നു കൊണ്ട് എന്റെ നമസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം, അനുഭവം എന്നിലുണ്ടായിട്ടുണ്ട്. റബ്ബേ, പരിശുദ്ധ റമദാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് കടന്നു വന്നിട്ടുണ്ട്. നോമ്പ് നോൽക്കണമെന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു, നോൽക്കാതെ ഞാൻ പോയി. അല്ലാഹുവേ, അതെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു റബ്ബേ, ഞാൻ അതെല്ലാം ഒഴിവാക്കി. അതെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം. അതിനുവേണ്ടി എന്നെ ഒന്നുകൂടെ ഈ ഭൂമിയിലേക്ക് തിരിച്ചയക്കണമേ എന്ന് ഓരോ അക്രമിയായ മനുഷ്യനും വിലപിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. തുടർന്നുകൊണ്ട് ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അതൊരു വെറും വാക്കാണ്, അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നോട്ടെ, പക്ഷേ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡിതമായി പറയുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു ഈ ലോകത്ത് അനുവദിച്ചു തന്ന തുച്ഛമായ ആയുസ്, ഈ ആയുസ്സിനിടയിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അത് എന്തായിക്കൊള്ളട്ടെ, അതിന്റെ അനന്തര ഫലങ്ങൾ നാളെ നമ്മുടെ ബർസഖി ലോകം തൊട്ട് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഖബറിലേക്ക് വരവ് വെക്കാനുള്ള അക്കൗണ്ട് ആയിത്തീരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ച് ബുദ്ധിപരമായി നീങ്ങുകയാണ് ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്.
സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളിൽ പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കിനി ഒരു സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരമില്ല. പക്ഷെ അവരുടെ മക്കളായ നമ്മൾ ജീവിച്ചിരിക്കുന്നു. നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമോ? ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ തന്റെ സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. അവിടുന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാലും അവന്റെ അടുത്ത ബന്ധുക്കൾ ഈ മനുഷ്യന് വേണ്ടി നടത്തുന്ന ചില സൽക്കർമ്മങ്ങൾ, അതിന്റെ അനന്തരഫലം, അതിന്റെ പ്രതിഫലം ആ ബർസഖി ലോകത്ത് കിടക്കുന്ന, ഖബറിൽ കിടക്കുന്ന വ്യക്തിക്കും ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏതാനും 1-2 വിഷയങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന് നമ്മൾ മനസ്സിലാക്കിയത്, ദഅവത്തുൽ മർഇൽ മുസ്ലിം ലി അഖീഹി ബിളഹരിൽ ഗൈബി മുസ്തജാബത്തുൻ. നമ്മുടെ ഉമ്മയോ ബാപ്പയോ അല്ലെങ്കിൽ അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരാളോ മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ, ഈ ലോകത്ത് തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആരെങ്കിലും മറ്റു രാജ്യങ്ങളിലാണ്, അവിടെ വെച്ച് നമ്മോട് ഫോൺ ചെയ്യുന്ന സന്ദർഭത്തിൽ അയാൾ നമ്മളോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അദൃശ്യമായ നിലയിൽ നമ്മുടെ മുൻപിലില്ലാത്ത ഒരു സഹോദരന് വേണ്ടി ഒരാൾ നടത്തുന്ന പ്രാർത്ഥന മുസ്തജാബത്തുൻ, അതിന് ഉത്തരം നൽകപ്പെടുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണത്. അത് അയാളുടെ ജീവിതത്തിലാണെങ്കിലും ആ വ്യക്തി മരണപ്പെട്ടതാണെങ്കിലും ശരി, അയാൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. അല്ലാഹുവേ, എന്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ എന്നൊരു മകൻ ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമെന്ന് മാത്രമല്ല, ഈ വ്യക്തിക്ക് അയാൾക്ക് ആ സമയത്ത് എന്ത് ഒരു പ്രയാസമാണോ അത് നീക്കിക്കൊടുക്കുകയും ആശ്വാസം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഈ വ്യക്തി ചോദിക്കുമെന്നാണ്, അല്ലാഹുവേ, എങ്ങനെയാണ്? അതിന്റെ രീതിയും രൂപമൊന്നും നമുക്ക് ബാധകമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ആ മനുഷ്യന്റെ ബർസഖി ലോകത്ത് അയാൾക്ക് സമാധാനം ഉണ്ടാവും. അയാൾ ചോദിക്കും റബ്ബിനോട്, എന്ത് പ്രവർത്തനത്തിന്റെ ഫലമാണ് എനിക്ക് ഈ ആശ്വാസം? ഈ പദവി എനിക്ക് എന്തുകൊണ്ടാണ്? അയാൾക്ക് സന്തോഷം അറിയിക്കപ്പെടും, നിന്റെ മകൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്ന് സന്തോഷം അറിയിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. തന്നെയുമല്ല, ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമയങ്ങളിലും ഒരു മലക്കിനെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മുവക്കലായ, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു മലക്കിനെ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. ആ മലക്ക് അവന്റെ ഇൻദ റഅസിഹി മലക്കുൽ മുവക്കൽ, ആ മനുഷ്യന്റെ കൂടെയുള്ള ഏൽപ്പിക്കപ്പെട്ട ആ മലക്ക്, കുല്ലമാ ദആ ലി അഖീഹി ബിഖൈർ, തന്റെ സഹോദരന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചാലും ആ സമയത്ത് ഖാലൽ മലക്കുൽ മുവക്കൽ ബിഹി ആമീൻ, ഈ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ആ നിയോഗിക്കപ്പെട്ട മലക്ക് ആമീൻ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ഒരു മലക്കിന്റെ പ്രാർത്ഥനയാണത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്നത് ഒരു മലക്കാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും. തന്നെയുമല്ല, ആ മലക്ക് വീണ്ടും പറയുകയാണ്, വലക ബിമിസ്ലി, നിനക്കും അതുപോലെയുള്ള പ്രതിഫലം ഉണ്ടാവട്ടെ എന്ന്. സഹോദരങ്ങളെ, ഗൈബിയായ എന്ന് വെച്ചാൽ നമ്മുടെ മുൻപിലില്ലാത്ത നമ്മുടെ ഒരു സഹോദരന് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥന എന്ത് ഖൈറാണോ ആ ഖൈറ് ആ വ്യക്തിക്ക് വേണ്ടി ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മലക്ക് പ്രാർത്ഥിക്കും. ആ മലക്ക് പ്രാർത്ഥിച്ച നമുക്കും പ്രതിഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറയുമ്പോൾ ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത സമാധാനമാണ്. തന്റെ രക്തബന്ധത്തിൽപ്പെട്ടവരായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങൾ പരമാവധി വിശ്വാസികളായ ആളുകൾ വിനിയോഗിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ഉത്തമന്മാരായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ.
വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീൻ പഠിച്ച ആ പ്രവാചകന്റെ സഹാബത്തിന് അനുധാവനം ചെയ്തുകൊണ്ട് കടന്നു വന്ന പിൽക്കാലക്കാരായ നല്ലവരായ ആളുകൾ, പാവങ്ങളായ ആളുകൾ, അവർ പ്രാർത്ഥിക്കും, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, ആ ഉത്തമ സമൂഹത്തിന് ശേഷം കടന്നു വന്നവരായ ആളുകൾ, യഖൂലൂന, അവർ പറയും, എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും നടത്തുന്ന പ്രാർത്ഥനയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറയുകയാണ്. എന്താണ് നമ്മുടെ പ്രാർത്ഥന? റബ്ബന ഗഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, അല്ലാഹുവേ വിശ്വാസപരമായി നിന്നിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലൂടെ ഞങ്ങൾക്ക് മുൻകടന്നവരായ സുദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, അംബിയാക്കൾ, ശുഹദാക്കൾ എന്നിങ്ങനെയുള്ള നല്ലവരായ ആളുകൾ, അവർക്കും പടച്ചവനെ നീ പുറത്തു കൊടുക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കും അവർ എന്ന് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. തന്നെയുമല്ല, ആ ഉത്തമന്മാരായ മനുഷ്യരുടെ പ്രാർത്ഥനയിൽപ്പെട്ടതാണ് വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, അല്ലാഹുവേ ആ ഉന്നതന്മാരായ ഉത്തമന്മാരായ സത്യവിശ്വാസികളോട് യാതൊരു തരത്തിലുള്ള വെറുപ്പോ ഒരു വൈരാഗ്യമോ ഒരിക്കലും ഞങ്ങളുടെ മനസ്സിൽ നീ ഉണ്ടാക്കരുതേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ് പിൽക്കാലക്കാരായ ഈ നല്ലവരായ ആളുകൾ. സഹോദരങ്ങളെ, ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട് ഇവിടെ. ഇന്നിന്റെ കാലഘട്ടങ്ങളിൽ ചില ആളുകൾക്ക് ചിന്തകൾ കൂടി, അവർക്ക് പ്രവാചകന്റെ സഹാബത്തിനേക്കാൾ ഇൽമുണ്ടെന്ന് നടിച്ചുകൊണ്ട് അമ്പിയാക്കന്മാരുടെ ഉത്തമന്മാരായ സഹാബത്തിനെ പരിഹസിക്കുന്നവരായ ആളുകൾ യൂട്യൂബുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കുകളിലും ഒക്കെ ചില ആളുകളുടെ പ്രസംഗങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. ഇസ്ലാമിന്റെ പല മതവിധികളും അതൊക്കെ മോശമാണെന്നും ഇന്നത്തെ കാലത്ത് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്നും അതൊക്കെ ശരിയാത്ത നിയമമൊക്കെ പൊളിച്ചു മാറ്റണമെന്നും ഒക്കെയുള്ള വാദഗതിയിൽ ഉള്ളവരായ ലിബറൽ ചിന്താഗതിക്കാർ, പുതിയ തലമുറയിൽപ്പെട്ട ചില ആൺകുട്ടികളും പെൺകുട്ടികളും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പോലും നിഷേധിക്കുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല വാക്കുകളും 7-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ മാത്രമുള്ള ആളുകൾക്ക് ബാധകമായ കാര്യങ്ങളാണെന്ന് വീമ്പ് പറയുന്നവരായ ആളുകൾ, അവർ പ്രവാചകന്മാരുടെ അനുയായികളെ പരിഹസിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലും കാഫിർ എന്ന് ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. ഉമർ ഖത്താബ് ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറയുന്ന ആളുകളുണ്ട്. മഹാരഥന്മാരായ സഹാബിമാരെ ചീത്ത പറയുന്നവരായ ആളുകൾ. ആ വിഭാഗത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്നിങ്ങനെ ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തന്റെ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരായ ഉത്തമന്മാരായ ആളുകളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായ ആളുകൾ, അവരാണ് ഏറ്റവും നല്ലവരായ ആളുകൾ. എന്നിട്ട് പറയുകയാണ് റബ്ബനാ ഇന്നക റഊഫുർ റഹീം, ഞങ്ങളുടെ റബ്ബേ നീ വളരെയധികം സ്നേഹമുള്ളവനും കരുണ ചെയ്യുന്നവനുമാണല്ലോ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവർ. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയിൽ അഖിലവും മുൻഗാമികളായ നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടുകേൾവി മാത്രമുള്ള ഉന്നതന്മാരായ അള്ളാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞ എന്റെ സഹാബത്തിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, വാനലോകത്തുള്ള നക്ഷത്രങ്ങളെ പോലെ ഏറ്റവും ഉന്നതന്മാരായ ആളുകളാണ് എന്റെ സഹാബത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ സഹാബിമാർ, അവരെ പിൻപറ്റിയവരായ താബിഈകൾ, അവരെ പിൻപറ്റിയവരായ താബിഈകൾ, നല്ലവരായ സലഫ് സ്വാലിഹീങ്ങൾ, ഈ ആളുകൾക്കൊക്കെ വേണ്ടി ഒരു മുഅ്മിൻ എന്നുള്ള നിലയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ നമ്മുടെ നമസ്കാരങ്ങളിൽ പറയാറുണ്ടല്ലോ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അല്ലാഹുവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്ക് നീ സമാധാനം നൽകണമേ. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ നിന്റെ ഉത്തമന്മാരായ ആളുകളിലും. നമ്മുടെ നമസ്കാരത്തിൽ പോലും നമ്മളത് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഈ പ്രാർത്ഥന ഉണ്ടാവണമെന്നാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അവർക്കതിന്റെ പ്രതിഫലം ലഭിക്കും. തന്നെയുമല്ല, നമുക്കും അത് ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, മരിച്ച വ്യക്തികളാണെങ്കിലും ഇതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക. അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി, അവർക്ക് അവരുടെ ഖബറിലേക്ക് പ്രതിഫലം ലഭിക്കാൻ മക്കൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം ആ മാതാപിതാക്കളുടെ കടങ്ങളെ വീട്ടിക്കൊടുക്കുക എന്നാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ
ആ മനുഷ്യന്റെ ജനാസ മുൻപിൽ വെച്ചുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, ഈ വ്യക്തിക്ക് വേണ്ടി ആർക്കെങ്കിലും വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ ഇന്നാൽ ഇന്ന മകനുമായി ബന്ധപ്പെടണമെന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മളിൽ എത്ര ആളുകളാണ് എത്രയും പെട്ടെന്ന് കടം വീട്ടാൻ വേണ്ടി മെനക്കെടാറുള്ളത്? ആ മനുഷ്യന്റെ സ്വത്തോഹരി വെച്ച് എടുക്കാൻ വേണ്ടി മക്കളെ ശ്രദ്ധിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പാഠത്തിലുള്ളത്, മക്കൾക്ക് വേണ്ടി സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുൻപ് ബാപ്പാന്റെ കടമുണ്ടെങ്കിൽ ആദ്യം അത് വീട്ടിയതിന് ശേഷമായിരിക്കണം മറ്റുള്ള ആളുകൾക്ക് അത് വിഹിതം വെക്കുവാനും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ജീവിത രീതികൾ നമ്മൾ പഠിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു ജനാസ കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഈ വ്യക്തിക്ക് കടമുണ്ടോ എന്ന് 2-3 തവണ ചോദിച്ചപ്പോൾ കടമുണ്ട് എന്നൊരാൾ പറഞ്ഞു. അത് ഏറ്റെടുക്കാൻ ആളുണ്ടോ? ആരും മിണ്ടുന്നില്ല. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നമസ്കാരത്തിൽ നിന്ന് മാറി നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാതെ മാറി നിന്ന സംഭവം ഉണ്ടെങ്കിൽ ഒന്നുകിൽ അത് മുനാഫിഖായിരിക്കും, അല്ലെങ്കിൽ കടബാധ്യതനായിരിക്കും. വളരെ ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ കടം എന്നുള്ളത്. നമ്മളിൽ എത്ര ആളുകൾ കടക്കാരാണ്? നമ്മുടെ ജീവിതത്തിലുള്ള കടങ്ങൾ വീട്ടണമെന്നുള്ള ഒരു ആഗ്രഹം നമ്മൾ എത്ര ആളുകൾക്കുണ്ട്? ഒരു മനുഷ്യൻ കടക്കാരനായി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വലിയ അപകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്ത് മരണപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഗ്ഫിറുല്ലാഹു ലിശഹീദി കുല്ല ദംബിൻ. ഒരു മനുഷ്യന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി കഴിഞ്ഞാൽ അയാളുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. ഇല്ലദ്ദൈൻ, ആ മനുഷ്യന് കടമുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കൂല. ആ മനുഷ്യന്റെ പാപങ്ങൾ പോലെ പുറത്തു കൊടുക്കുകയില്ല എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച വളരെ വളരെ പ്രബലമായ ഹദീസിലാണ്. സഹോദരങ്ങളെ, ഷഹീദിന്റെ പാപങ്ങൾ പോലും തടയപ്പെടുന്ന ഒരു കാരണം കടക്കാരനാണെങ്കിൽ ഉള്ളത് അതിന്റെ അപകടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മരിച്ചു കിടക്കുന്ന ആ വ്യക്തിയുടെ കടബാധ്യത മക്കൾ ഏറ്റെടുക്കുമ്പോ മനസ്സിലാക്കേണ്ടത്, തന്റെ പിതാവിന്റെ കടം എത്രയും പെട്ടെന്ന് വീട്ടിയിട്ട് ഖബറിൽ കിടക്കുന്ന ആ മനുഷ്യന് സമാധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കടം വീട്ടിക്കഴിഞ്ഞ് ഈ മനുഷ്യൻ ആർക്കാണോ കടമുണ്ടായിരുന്നത് അത് കൊടുത്തുകൊണ്ട് ഈ വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോ ഈ മക്കൾ ചെയ്യുന്ന ഈ സൽക്കർമ്മത്തിന്റെ പരിണിത ഫലം ആ ജനാസ, ആ മയ്യിത്ത് അനുഭവിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഒരു മനുഷ്യൻ, അള്ളാഹുവിന്റെ റസൂൽ പറയണം, 3 തവണ ഷഹീദായി, അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്ത് ഷഹീദായി, വീണ്ടും അയാൾ ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചു. നടക്കാത്തതാണെങ്കിലും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറയാണ്, 3 തവണ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് കടമുണ്ടെങ്കിൽ അള്ളാഹു അയാൾക്ക് ഒരിക്കലും പുറത്തു കൊടുക്കില്ല എന്നുള്ളത് വലിയ ഗൗരവമാണ് സഹോദരങ്ങളെ. എത്ര ആളുകളാണ് വീടുണ്ടാക്കുന്നതിന് വേണ്ടിയും മറ്റുമൊക്കെ ബാങ്കുകളിൽ നിന്നും മറ്റുള്ള ആളുകളിൽ നിന്നും ഒക്കെ കടങ്ങൾ വാങ്ങിക്കൂട്ടി കടം വർദ്ധിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ. അവർ വിചാരിക്കുന്നവർ രക്ഷപ്പെട്ടു എന്നാണ്. പക്ഷേ അതോടുകൂടി ആ മനുഷ്യന്റെ റൂഹ് വേർപ്പെടുന്നതോടുകൂടി അയാളുടെ ദുരിതമാണ് ആരംഭിക്കുന്നത്. കാരണം ബർസഖി ലോകത്ത് ഒരു മോക്ഷവും ഈ മനുഷ്യന് കടക്കാരനാണെങ്കിൽ ഉണ്ടാവുകയില്ല എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയ്യാത്തിൽ വെച്ച് വല്ലാതെ ദീർഘമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. നിരന്തരം പടച്ചവനെ, പാപത്തിൽ നിന്നും കടക്കടയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ചത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ദൂതരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പാപവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കടത്തെ അങ്ങ് പറയാൻ കാരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഒരു മനുഷ്യൻ കടക്കാനായി കഴിഞ്ഞാൽ അയാളിൽ മുനാഫിക്കിന്റെ സ്വഭാവങ്ങൾ മുഴുവനും കടന്നു വരും. ഇദാ ഉരിമ ഹദസ ഫകദബ. ആ മനുഷ്യൻ കടക്കാരെ കണ്ടുമുട്ടുമ്പോ, ഇതാ ഞാൻ നിങ്ങൾക്കുള്ള പൈസ ഇപ്പൊ തരാൻ വേണ്ടി നിൽക്കുന്നു, പക്ഷെ അതിന്റെ അടിയിൽ വേറെ ചെറിയൊരു ആവശ്യത്തിന് ഇറങ്ങിയതാണ്, ഞാൻ വൈകുന്നേരം എത്തിച്ചേരാം, നോണ പറഞ്ഞ് രക്ഷപ്പെടും. അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ മുങ്ങി നടക്കും, പിന്നെ ഞാൻ ഇന്നലെ അവിടെ വന്നിരുന്നു പക്ഷെ നിങ്ങളെ കാണാൻ പറ്റിയില്ല, ഇന്ന് തരാ, നാളെ തരാ, പിന്നെ തരാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നുണകൾ പറയേണ്ടുന്ന സാഹചര്യം കടക്കാരനുണ്ടായിത്തീരുമെന്നാണ്. അയാളോട് നടത്തുന്ന വാക്കുകൾ മുഴുവനും ഈ മനുഷ്യന് ലംഘിക്കേണ്ടി വരും. ഇതാണ് കടത്തിന്റെ അപകടം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്
പാപത്തിന്റെ അള്ളാഹു ജീവിതത്തിൽ പാപം വരുന്നത് പോലെ അതിൽ നിന്ന് അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുന്നതുപോലെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുവെങ്കിൽ സഹോദരങ്ങളെ, വിഷയം ഗൗരവമാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയും നമ്മുടെ മാതാപിതാക്കളുടെ കടവും മക്കളെ വീട്ടിയാൽ തീർച്ചയായും അവർക്കതിൽ ആശ്വാസം ഉണ്ടാവുമെന്നാണ്. എന്തൊക്കെ നേർച്ചകൾ അവർക്ക് ഉണ്ടാവണമെങ്കിലും, ചില ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും, അവർക്ക് ജീവിതത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും ഒരു ഹജ്ജ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര നോമ്പുകളുണ്ട്, അതൊക്കെ മക്കൾ നോറ്റു വീട്ടിക്കഴിഞ്ഞാൽ, ആ മാതാപിതാക്കൾ നടത്തിയ നേർച്ചകൾക്ക് അത് മക്കൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്കും അതേപോലെ തന്നെ ആർക്കു വേണ്ടിയാണോ ആ നേർച്ച പൂർത്തിയാക്കിയത് അയാളുടെ മാതാപിതാക്കൾക്കും ഒക്കെ അതിന്റെ ഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനുണ്ട്, ഏതാനും കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മരണശേഷവും നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ ബർസഖി ലോകത്തിലേക്ക് വരവ് വെക്കാൻ ഉപകരിക്കപ്പെടുന്ന ഏറ്റവും വലിയ സൽക്കർമ്മങ്ങൾ ഒന്ന് തന്റെ മക്കളുടെ പ്രാർത്ഥനകള്, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങള് ഒക്കെ മാതാപിതാക്കൾക്ക് അതിന്റെ ഫലമായി കൊണ്ടുണ്ടാവും. മാതാപിതാക്കളുടെ സമ്പത്തിൽ നിന്ന് മക്കൾ ധർമ്മം നൽകിയാലും അത് അവർക്ക് പ്രതിഫലമാണ്. കാരണം ഈ മക്കൾ ആ മാതാപിതാക്കളുടെ അനന്തര ഫലമാണ്, അവരുടെ സമ്പത്തിൽപ്പെട്ടത് തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ആ നിയ്യത്തോടുകൂടി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആ ഒരു ചിന്ത നമ്മിൽ ഉണ്ടായിരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അങ്ങനെയുള്ള നല്ലവരായ ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.